അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ കണിക്കൊന്ന പറിക്കാനായിട്ട് എടുത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും കണിക്കൊന്ന ഏറ്റവും അറ്റത്തായതുകൊണ്ട് നമുക്ക് പറിക്കാനായിട്ട് പറ്റിയില്ല, നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അവിടം വരെ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു. പിന്നെ അമ്മ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ പച്ചക്കറിയും ഫ്രൂട്ട്സ് അതായത് നമ്മൾ ഈ കണി ഒരുക്കേണ്ട സാധനങ്ങൾ എല്ലാം അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ പൊട്ടിക്കുകയാണ്. അങ്ങനെ ബാക്കി വന്ന പടക്കം കിറ്റിലാക്കി വെച്ച് കയ്യും മുഖവും ഒക്കെ കഴുകി കഴിക്കാനായിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്നതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം TV കണ്ടിട്ട് ഇനി നമുക്ക് കണി ഒരുക്കണം. അപ്പോൾ അമ്മ കണി ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണി ഒരുക്കുമെന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ കണിയുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അകത്ത് ഇനി ഒരു തേങ്ങ കൂടെ വെക്കണം. രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു, അതിനുശേഷം കണ്ണൊക്കെ തിരുമ്മിയിരിക്കുവാണ് ഞാൻ. ഇതാണ് ഞങ്ങളുടെ കണി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു.